NABH നമുക്ക് ഹോസ്പിറ്റൽസിൻ്റെ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാനായിട്ട് വളരെ ശ്രദ്ധ തരേണ്ട വിഷയങ്ങളെക്കുറിച്ച് നൂതനമായ ആശയങ്ങളിൽ കൂടെ നയിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൻ്റെ സ്റ്റാൻഡേർഡ്സ്, ഹോസ്പിറ്റലിൻ്റെ ക്വാളിറ്റി, ഈ ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളിൽ കൂടെ നമുക്ക് സുരക്ഷിതമാക്കാനായിട്ട് പറ്റും. നമ്മുടെ ഹോസ്പിറ്റൽ ഒരു സർജറി ഫോക്കസ്ഡ് ഹോസ്പിറ്റലാണെങ്കിൽ നമ്മുടെ അനസ്തേഷ്യോളജിസ്റ്റ് ഒരു വിസിറ്റർ ആകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് മൾട്ടിപ്പിൾ തിയേറ്ററുകൾ ഉണ്ടായിരിക്കുകയും അനേകം സർജറികൾ നടക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റ് അത്ര സ്ട്രോങ് ആയിരിക്കണം. ആ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റിൽ അത്യാവശ്യം ക്വാളിഫൈഡ് ട്രെയിൻഡ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കണം. കാരണം ഓരോ സർജറിയിലും ആ സർജറി നടക്കുന്ന സമയത്ത് കംപ്ലീറ്റ് അനസ്തേഷ്യോളജിസ്റ്റ് അവിടെ ഉണ്ടായിരിക്കണം. പേഷ്യൻ്റെ വൈറ്റൽസ് കേസ് ടു കേസ് ഡിഫറൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് മോണിറ്റർ ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി അനസ്തേഷ്യോളജിസ്റ്റിൻ്റെതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മോണിറ്ററിങ് പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ റെക്കോർഡ്സിൽ അവൈലബിൾ ആയിരിക്കണം. മൈഒടി ഗ്രേപ്സിൽ നിന്നുള്ള മൈഒടിയിൽ വ്യക്തമായി നമുക്കിത് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. സോ അത് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് ടൈം സ്റ്റാമ്പും സിഗ്നേച്ചറും ഓട്ടോമാറ്റിക്കായിട്ട് കയറിക്കൊള്ളും. നമ്മൾ ആ പാരാമീറ്റേഴ്സ് എൻട്രി ചെയ്താൽ മാത്രം മതി. അത് നമ്മളുടെ റീജിയണൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു എൻടൈഡൽ കാർബൺ ഡയോക്സൈഡ് മോണിറ്ററിങ് ഓർ നമ്മുടെ ഒരു ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്, ഓക്സിജൻ സാച്ചുറേഷൻ, കാർഡിയാക് റിതം, റെസ്പിറേറ്ററി റേറ്റ്, ഹാർട്ട് റേറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ, എനിത്തിങ് എൽസ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൊസീജിയർ ഡിമാൻഡ്സ്. നമുക്കത് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യാനും അത് റെക്കോർഡ് ചെയ്യാനും ഒരു അനസ്തേഷ്യോളജിസ്റ്റ് ആൾവേസ് ഡ്യൂറിങ് ഓൾ ദ ടൈം ഓഫ് ദ പ്രൊസീജിയർ അവിടെ ഉണ്ടാവണം എന്നതാണ് COP 13E 5ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് കെയർ ഓഫ് പേഷ്യൻസിൽ 13ാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ 5ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് പറയുന്നത് ഡ്യൂറിങ് അനസ്തേഷ്യ മോണിറ്ററിങ് ഇൻക്ലൂഡ്സ് എ റെഗുലർ റെക്കോർഡിംഗ് ഓഫ് ടെമ്പറേച്ചർ, ഹാർട്ട് റേറ്റ്, കാർഡിയാക് റിതം, റെസ്പിറേറ്ററി റേറ്റ്, ബ്ലഡ് പ്രഷർ, ഓക്സിജൻ സാച്ചുറേഷൻ ആൻഡ് എൻടൈഡൽ കാർബൺ ഡയോക്സൈഡ്. ഇത്രയും കാര്യങ്ങളെ കൃത്യമായി മോണിറ്റർ ചെയ്യണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്, കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്. ഇത് നിർബന്ധമായും ഇത് ചെയ്യണമെന്നാണ് നമ്മളെ അഡ്വൈസ് ചെയ്യുന്നത് NABHൻ്റെ 6th എഡിഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഓർമ്മയിലൊന്ന് സൂക്ഷിക്കാം. നമ്മൾ വളരെ ശ്രദ്ധയോടെയാണ് ഇത് കേൾക്കുന്നത്. കാരണം ഈ ഒരു സ്റ്റാൻഡേർഡ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ സ്റ്റാൻഡേർഡിനെ ഉയർത്താനായിട്ട് ഹോസ്പിറ്റൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിലെ ഒരു അവിഭാജ്യ ഘടകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്.